ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത നമ്മുടെ ഗിയർ ബോക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗിയർ ബോക്സിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഒരു സ്റ്റിയറിംഗ് വീലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സ്റ്റിയറിംഗ് വീലിൻ്റെ വീഡിയോ ആണിത്. അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ പ്രോജക്റ്റിനായിട്ട് ആവശ്യം ഇങ്ങനെ ഒരു ഹോസ് പൈപ്പാണ്. അപ്പോൾ ഈ പൈപ്പ് എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് 2 സർക്കിൾ പീസസായി കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ഹോസ് പൈപ്പിനെ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്ത ശേഷം നമ്മുടെ ഈ ഹോസിലേക്ക് വെച്ച് അതിനൊരു സർക്കിളാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ 2 സർക്കിൾ പീസസ് എടുത്തു. ഇനി ഈ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്റർ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ഈ സർക്കിളിനെ വെച്ച് ഞാനിവിടെ വരയ്ക്കും പോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ വരച്ച സെൻറ്റർ പാർട്ടിനെ മാത്രം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ ഷേപ്പിൽ ഒരു 2-3 കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുത്ത് ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ സെൻറ്റർ പാർട്ട് അത്യാവശ്യം നല്ല ഹാർഡായിട്ട് കിട്ടും. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് സർക്കിളാക്കിയ ഒരു ഹോസ് പൈപ്പ് എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഈ സെൻറ്റർ പാർട്ടിനെ വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ അടുത്ത ഹോസ് പൈപ്പ് എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഇനി നമുക്കതിനെ ഒട്ടിച്ചെടുക്കാം. നിങ്ങളുടെ ഇതുപോലെ ഈ ഇൻസുലേഷൻ ടേപ്പാണ് കവർ ചെയ്യുന്നതെങ്കിൽ ഇത് മൊത്തം ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇങ്ങനെ ഒരു PVC പൈപ്പാണ്. ഞാനിവിടെ എടുത്തത് 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. കാർഡ്ബോർഡിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് PVC വെച്ച് ഒരു ഹോൾ ഇട്ട ശേഷം ആ ഹോളിലേക്ക് ഈ PVC പൈപ്പ് ഇറക്കി വെച്ച് കൊടുത്ത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇത് ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെയാവും. ഇതിനുശേഷം ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ വാഷ് ബേസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേസ്റ്റ് പൈപ്പ് ഞാൻ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് അത് മൊത്തം ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തു. ഈ സെൻട്രലായിട്ട് കാണുന്ന പുഷ് സ്വിച്ച് ഇത് ഹോണിന് വേണ്ടി വെച്ചതാണ്. ഈ സ്വിച്ച് എന്ന് പറഞ്ഞ 2 വയേഴ്സിനെയും നമുക്ക് ഈ PVC പൈപ്പിൻ്റെ അകത്തോടെ ഇറക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റിയറിങ്ങിനെ ഫിക്സ് ചെയ്യാൻ ഈ ടൈപ്പ് ഒരു ബോക്സ് ആവശ്യമുണ്ട്. ബോക്സിൻ്റെ ഒരു സൈഡിൽ ടോപ്പിലായിട്ട് ഒരു ഹോൾ ഇടണം, അതുപോലെ തന്നെ അടുത്ത സൈഡിൽ ബോട്ടമിലായിട്ട് ഒരു ഹോൾ ഇടണം. എന്നിട്ട് ഈ സ്റ്റിയറിംഗ് വീലിനെ നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഈ ബോക്സിൻ്റെ അകത്തുള്ള PVC പൈപ്പിൽ അകത്തും അതുപോലെ തന്നെ പുറത്തും ഒരു ചെറിയ പീസ് ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്യുമ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ ബോക്സിൽ നിന്നും ഇളകി പോകാതെ ലോക്കായിരിക്കും. ഇനി ഇതിൻ്റെ കണക്ഷനായിട്ട് നമുക്ക് ആവശ്യം ഇങ്ങനെ ഒരു മൗസാണ്. ഈ മൗസിൻ്റെ ലേസർ ഈ PVC പൈപ്പിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ മൗസിനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മൗസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസ് ചെറിയ PVC പൈപ്പുകൾ, അതായത് നമ്മുടെ ഈ ബോക്സിൽ നിന്ന് ഈ മൗസിനെ ഫിക്സ് ചെയ്യാൻ പാകത്തിന് 2 പീസ് PVC പൈപ്പുകൾ കട്ട് ചെയ്തെടുത്ത് അതിനെ നമുക്ക് ഈ മൗസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ഈ PVC പൈപ്പ് കറക്റ്റായിട്ട് ഈ മൗസ് പോയിൻ്ററിൽ തൊടുന്ന രീതിയിൽ ഒട്ടിക്കണം. മൗസ് പോയിൻ്ററിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മൗസ് പോയിൻ്റർ PVC പൈപ്പിൽ തൊടുന്ന സ്ഥലത്ത് കുറച്ച് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഈ മൗസിൻ്റെ USB വയർ വെളിയിലെടുക്കാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ സൈഡിലേക്ക് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പെഡൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അങ്ങനെ നമുക്ക് 3 പെഡൽസ് ആവശ്യമുണ്ട്. പെഡൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ പീസ് പ്ലൈവുഡ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യം ഇങ്ങനെ 2 ക്ലിപ്പാണ്. ഈ ക്ലിപ്പിനെ ഈ പ്ലൈവുഡ് പീസിൽ ഞാനിവിടെ കാണിച്ച ഈ പൊസിഷനിൽ ഒട്ടിച്ചെടുക്കണം. ഈ പ്ലൈവുഡ് പീസിൻ്റെ ടോപ്പിൽ ഒരു നട്ട് പോകാൻ്റെ രീതിയിൽ ഒരു ഹോൾ ഇട്ട് അതിലേക്ക് നമുക്ക് ഈ നട്ടിനെ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് പെഡൽസിനായിട്ടൊരു സ്റ്റാൻഡാണ് ആവശ്യം. അതിലേക്കൊരു ഹോൾ ഇട്ട് അതിലൊരു നട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ നട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ പെഡൽ സ്വിച്ചിൻ്റെ വർക്കിങ്ങിനാണ്. ഈ 2 നട്ടിലും ഓരോ വയർ വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 നട്ടും ടച്ചാകുമ്പോൾ നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആകും. അങ്ങനെ ഈ 2 നട്ടും ടച്ചാകുന്ന രീതിയിൽ പെഡൽസിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ആ 3 പെഡൽസും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പെഡൽസിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലച്ചിൻ്റെ കണക്ഷനായിട്ട് നമ്മുടെ നേരത്തെ ചെയ്ത ഗിയർ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ബോഡിയിൽ നിന്ന് 2 കണക്ഷൻ എടുക്കാം. അങ്ങനെ ആ 2 പോയിന്റിൽ നിന്നും ഓരോ വയർ വീതം സോൾഡർ ചെയ്തെടുത്ത് അതിനെ നമുക്ക് ഈ 2 നട്ടിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മൗസിൻ്റെ ബോർഡാണ് ആവശ്യം. അപ്പോൾ ആ ബോർഡിലേക്ക് നോക്കുമ്പോൾ അറിയാം, ലെഫ്റ്റ് സൈഡ് ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡും ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കാം, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് സ്വിച്ചിൽ നിന്നും ഒരു കണക്ഷൻ എടുക്കാം.
ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള സ്വിച്ച് നമുക്ക് വേണമെങ്കിൽ ഹോൺ യൂസ് ചെയ്യാം. അങ്ങനെ ആ 2 സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ഒന്ന് ആക്സിലറേഷനിലും ഒന്ന് ബ്രേക്കിലും കൊടുക്കാം. ഇനി നമുക്കിതെങ്ങനെ ഗെയിം പ്ലേയിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഗിയർ ബോക്സ് ഇല്ലാതെ മൗസ് സ്റ്റിയറിംഗ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ യൂറോ ട്രക്ക് സിമുലേറ്ററിൽ ഗെയിം പ്ലേയിൽ പോയ ശേഷം കീബോർഡിനെ മാറ്റി കീബോർഡ് പ്ലസ് മൗസ് സ്റ്റിയറിംഗ് കൊടുത്ത ശേഷം ഈ കീസ് ആൻഡ് ബട്ടൺസിലേക്ക് പോയി നമ്മുടെ ഈ കീസ് അസൈൻ ചെയ്യാം. അതായത് ത്രോട്ടിൽ കൊടുത്ത് ആക്സിലറേഷനിൽ ക്ലിക്ക് ചെയ്യാം, ബ്രേക്കിൽ കൊടുത്ത് നമ്മുടെ ബ്രേക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഗിയർ ബോക്സ് ഇല്ലാതെ കളിക്കുന്നതിന്. ഇനി നിങ്ങളുടെ ഈ ഗിയർ ബോക്സ് കണക്ട് ചെയ്താണ് കളിക്കുന്നതെങ്കിൽ ഗിയർ ബോക്സ് എല്ലാം കണക്ട് ചെയ്ത ശേഷം നമ്മുടെ ഈ ഗെയിം ലോഡാക്കുമ്പോൾ മൗസ് സ്റ്റിയറിംഗ് ഇങ്ങനെയായിരിക്കും വർക്കാവുന്നത്. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗെയിമിനെ ക്വിറ്റ് ചെയ്യാം. അപ്പോൾ ഗെയിമിനെ ക്വിറ്റ് ചെയ്ത ശേഷം നമ്മുടെ മൈ കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് ഡോക്യുമെൻറ്റ്സിലേക്ക് പോവാം. ഡോക്യുമെൻറ്റ്സിലേക്ക് പോയി യൂറോ ട്രക്ക് സിമുലേറ്റർ ആ ഫോൾഡർ എടുത്ത് അതിലേക്ക് പ്രൊഫൈൽസിലേക്ക് പോകാം. പ്രൊഫൈൽസിലേക്ക് പോയിട്ട് നമുക്ക് ഏത് പ്രൊഫൈലാണോ മൊത്തം ചേർത്ത് കളിക്കേണ്ടത്, നമ്മുടെ ഗിയർ ബോക്സ് എല്ലാം സെറ്റ് ചെയ്ത് കളിക്കേണ്ടത്, ആ പ്രൊഫൈൽ എടുത്തിട്ട് അതിൻ്റെ കൺട്രോൾസിലേക്ക് പോകണം. അപ്പോൾ കൺട്രോൾസ് ഓപ്പൺ ചെയ്ത് ഇതിൽ നമുക്കൊരു ഓപ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കൺട്രോൾ F കൊടുത്ത് ഫൈൻഡ് ചെയ്യാം. ഫൈൻഡിൽ മൗസസ് എന്ന് ടൈപ്പ് ചെയ്യണം, മൗസസ്. അപ്പോൾ ആ മൗസസ് കൊടുത്ത് ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ മൗസ് സ്റ്റിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ആ മൗസ് സ്റ്റിയറിൽ 0 ആയിരിക്കും ഡീഫോൾട്ട് ആയിരിക്കുന്നത്. ആ 0 മാറ്റി നമുക്ക് 1 കൊടുക്കണം. 1 കൊടുത്തിട്ട് ഈ ഫയലിനെ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് ഈ ഗെയിം ഒന്നുകൂടെ ലോഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ഗെയിം ലോഡാക്കുമ്പോൾ നമ്മുടെ മൗസ് സ്റ്റിയറിംഗ് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗെയിം എങ്ങനെ ഓടുന്നതെന്ന് നോക്കാം. ഗിയർ ബോക്സ് എല്ലാം ചേർത്ത് വെച്ച് ഒന്ന് ചെറിയൊരു ഗെയിം പ്ലേ നോക്കാം നമുക്ക്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഗിയർ ബോക്സും പെഡൽസും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്കാവുന്നുണ്ട്. നമ്മുടെ ഗെയിം പ്ലേയും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു റിയൽ ഫീൽ കിട്ടും. ഇങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.